ഇങ്ങനെ ഒരു രോഹിത് ശർമ്മയെ നമ്മൾ അധികമൊന്നും കണ്ടിട്ടുണ്ടാവില്ല. റണ്ണൌട്ടായ ദേഷ്യത്തിൽ സഹതാരത്തോട് ക്ഷുഭിതനായി കയർക്കുന്ന ഹിറ്റ്മാൻ. നെവർ സീൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ സോ മച്ച് ആംഗ്രി ആഫ്റ്റർ ഹിസ് ഡിസ്മിസൽ. അപ്പോൾ ആ റണ്ണൌട്ടിൽ തെറ്റ് ആരുടെ പക്ഷത്താണ്? രോഹിത്തിന്റെ പക്ഷത്തോ അതോ ശുഭ്മാൻ ഗില്ലിന്റെ പക്ഷത്തോ? അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ഒന്നാം T20യിൽ ഇന്ത്യ തകർപ്പൻ ജയമാണ് നേടിയെടുത്തത്. 6 വിക്കറ്റിനാണ് സന്ദർശകരെ ഇന്ത്യ നാണം കെടുത്തിവിട്ടത്. ആദ്യം ബാറ്റ് ചെയ്ത അഫ്ഗാനിസ്ഥാൻ 5 വിക്കറ്റ് 158 റൺസ് എടുത്തപ്പോൾ മറുപടിക്കിറങ്ങിയ ഇന്ത്യ 15 പന്ത് ബാക്കിയാക്കിയാണ് വിജയിച്ചത്. ശിവൻ ദൂബെയുടെ 60 റൺസ് നോട്ട് ഔട്ട് അപരാജിത അർദ്ധ സെഞ്ചുറി പ്രകടനമാണ് ഇന്ത്യക്ക് അനായാസ ജയമൊരുക്കിയത്. ഇന്ത്യയുടെ ജയത്തിനിടയിലും ആരാധകർക്ക് നിരാശയുണ്ടാക്കിയത് രോഹിത് ശർമ്മയുടെ പ്രകടനമാണ്. ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യയുടെ T20 ടീമിലേക്ക് തിരിച്ചെത്തിയ രോഹിത് ശർമ്മയുടെ ഒരു വെടിക്കെട്ട് ബാറ്റിംഗ് കാണാൻ കാത്തിരിക്കുകയായിരുന്ന ആരാധകർക്ക് നിരാശ സമ്മാനിച്ചുകൊണ്ടാണ് നിർഭാഗ്യവശാൽ രോഹിത് ശർമ്മ പുറത്തായത്. രണ്ടാം പന്തിൽ അക്കൗണ്ട് തുറക്കാനാവാതെയാണ് രോഹിത് ശർമ്മ നിർഭാഗ്യത്തോടെ റണ്ണൌട്ടായത്. ശുഭ്മാൻ ഗില്ലുമായുള്ള ആശയക്കുഴപ്പത്തെ തുടർന്നാണ് രോഹിത് റണ്ണൌട്ടായത്. ആദ്യ ഓവർ എറിയാനെത്തിയ ഫസൽ ഹക്ക് ഫറൂഖിയുടെ പന്ത് രോഹിത് ശർമ്മ മിഡ് ഓഫിലേക്ക് കളിച്ചു. നന്നായി ടൈം ചെയ്ത പന്ത് ബൗണ്ടറി ലൈൻ കടക്കുമെന്നാണ് കരുതിയത്. പക്ഷേ അവിടെ ഫീൽഡ് ചെയ്യുകയായിരുന്ന ഇബ്രാഹിം സദ്രാൻ തകർപ്പൻ ഡൈവിങ്ങിലൂടെ പന്ത് തടഞ്ഞപ്പോഴേക്കും രോഹിത് ശർമ്മ റണ്ണിനായി ഏതാണ്ട് പാതി വഴി ദൂരം എത്തിയിരുന്നു. എന്നാൽ രോഹിത്തിന്റെ റൺസിനായുള്ള കോൾ നോൺ സ്ട്രൈക്കിൽ നിന്നിരുന്ന ശുഭ്മാൻ ഗിൽ ശ്രദ്ധിച്ചിരുന്നില്ല, കേട്ടിരുന്നില്ല. പന്തിന്റെ ദിശ നോക്കി നിന്ന ഗിൽ രോഹിത് ഓടിയത് കണ്ടിരുന്നില്ല. അപ്പോഴേക്കും നോൺ സ്ട്രൈക്കിലേക്ക് രോഹിത് ശർമ്മ എത്തിയിരുന്നു. എന്നാൽ ശുഭ്മാൻ ക്രീസിൽ നിന്നും അനങ്ങിയില്ല. അങ്ങനെ ക്യാപ്റ്റനായി സ്വന്തം വിക്കറ്റ് സാക്രിഫൈസ് ചെയ്തില്ല ശുഭ്മാൻ ഗിൽ. അതോടെ രോഹിത് റണ്ണൌട്ടായി പുറത്താവുകയായിരുന്നു. ആ നിരാശയിലാണ് തിരികെ നടക്കുമ്പോൾ ഗില്ലിനെതിരെ ഷൗട്ട് ചെയ്തുകൊണ്ട് രോഹിത് ശർമ്മ മടങ്ങുന്നത്. അത്രയ്ക്കും ദേഷ്യം രോഹിത്തിന് അപ്പോൾ ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാം. കാരണം ഏതാണ്ട് 1 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് രോഹിത് ശർമ്മ T20 ക്രിക്കറ്റിലേക്ക് തിരിച്ചു വരുന്നത്. ആ ഒരു ഇടവേള നമുക്കറിയാം, കഴിഞ്ഞ ലോകകപ്പിൽ T20 ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെതിരെയായിരുന്നു രോഹിത്തിന്റെ അവസാന മത്സരം. അപ്പോൾ ഈ ഒരു T20യിൽ ഗംഭീര പ്രകടനത്തോടെ T20യിൽ ഇനിയും തനിക്ക് കളിക്കാനാവുമെന്നും പ്രതിഭയുണ്ടെന്നും തെളിയിക്കേണ്ടതുണ്ടായിരുന്നു രോഹിത്തിന്. അതിനൊപ്പം ഈ ഫോർമാറ്റിൽ താൻ ഇപ്പോഴും അഗ്രഗണ്യനാണെന്നും അടുത്ത ലോകകപ്പിൽ T20 ലോകകപ്പിൽ നയിക്കാൻ ഞാൻ ഉണ്ടാകുമെന്നും തെളിയിക്കേണ്ടിയിരുന്നു രോഹിത് ശർമ്മയ്ക്ക്. പക്ഷേ അദ്ദേഹത്തിന്റെ വിക്കറ്റ് ഇങ്ങനെ നഷ്ടപ്പെടുകയായിരുന്നു. തന്റെ നിരാശയും ദേഷ്യവും മൈതാനത്ത് വെച്ച് തന്നെ ശുഭ്മാനോട് തീർത്തുകൊണ്ടാണ് രോഹിത് മടങ്ങുന്നത്. ഇത്തരമൊരു ഔട്ട് ഒരിക്കലും രോഹിത്തും മാത്രമല്ല കാണികളും പ്രതീക്ഷിച്ചിരുന്നില്ല. അതുപോലെ T20 ടീമിലെ ശുഭ്മാൻ ഗില്ലിന്റെ വേർഷൻ എടുക്കുകയാണെങ്കിൽ ഓപ്പണർ സ്ഥാനം ഉറപ്പിക്കാൻ ഗില്ലും മികച്ച പ്രകടനം നടത്തേണ്ടതായിട്ടുണ്ടായിരുന്നു. കാരണം യശസ്വി ജയ്സ്വാൾ കടന്നാക്രമിച്ച് കളിക്കുന്നതിനാൽ ശുഭ്മാൻ ഗില്ലിന് T20യിൽ കാര്യങ്ങൾ എളുപ്പമല്ല. അപ്പോൾ ആ ഒരു സ്ഥാനത്ത്, ഓപ്പണിംഗ് സ്ഥാനത്ത് മികവ് കാട്ടേണ്ടത് അത്യാവശ്യമായ സാഹചര്യമായതിനാലാണ് ശുഭ്മാൻ ഗിൽ നായകനായി തന്റെ വിക്കറ്റ് ത്യജിക്കാതിരുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പൊതുവെ ശാന്തനായ രോഹിത് ശർമ്മ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് അപൂർവ സന്ദർഭങ്ങളിലാണ്, അപൂർവ സാഹചര്യങ്ങളിലാണ്. കരിയറിലെ നിർണായക സമയത്താണ് ഇത്തരമൊരു തിരിച്ചടി രോഹിത്തിന് നേടേണ്ടി വന്നത് എന്നതാണ് അദ്ദേഹത്തെ ഒരുപക്ഷെ ഇത്രയും ചൊടിപ്പിച്ചത്. ഗില്ലിനെതിരെയും അതുപോലെ ആരാധകരുടെ വിമർശനം ഇപ്പോൾ ശക്തമാണ്. താരത്തിന്റെ അശ്രദ്ധയാണ് രോഹിത്തിന്റെ വിക്കറ്റ് നഷ്ടപ്പെടുത്തിയത് എന്നാണ് ആരാധകർ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ. മത്സരത്തിൽ ശ്രദ്ധിക്കാതെ, പ്രസൻസ് ഓഫ് മൈൻഡ് കാട്ടാതെ, സ്ട്രൈക്കറുടെ റൺസിനായുള്ള വിളി കേൾക്കാതെ ശുഭ്മാൻ അവഗണിച്ചതാണ് രോഹിത്തിന്റെ വിക്കറ്റ് നഷ്ടപ്പെടുത്തിയത് എന്നാണ് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത്. ശുഭ്മാൻ രോഹിത്തിന്റെ വിക്കറ്റ് നഷ്ടപ്പെടുത്തിയതോടെ ഇന്ത്യയെ വിജയത്തിലേക്ക് എത്തിക്കുക എന്ന വലിയൊരു ഉത്തരവാദിത്തം യുവതാരത്തിനുണ്ടായിരുന്നു, ഗില്ലിനുണ്ടായിരുന്നു. പക്ഷേ 12 പന്തിൽ 23 റൺസിനാണ് ശുഭ്മാൻ ഗിൽ നേടിയത്. മുജീബ് റഹ്മാനെ ക്രീസിൽ നിന്നും കയറി കളിക്കാൻ ശ്രമിച്ച ഗില്ലിനെ റഹ്മാനുള്ള ഗുർബാസ് സ്റ്റംപ് ചെയ്യുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം കുറച്ചുകൂടി ഉത്തരവാദിത്തത്തിൽ കളിക്കേണ്ടതായിരുന്നു എന്നും ആരാധകർ പറയുന്നുണ്ട്. ശുഭ്മാനെ ഇന്ത്യ T20 മത്സരങ്ങളിൽ കളിപ്പിക്കേണ്ടതും ടെസ്റ്റിലും ഏകദിനത്തിലും മാത്രം പരിഗണിച്ചാൽ മതിയെന്നുമാണ് ഇപ്പോൾ ആരാധകർ പറയുന്നത്. അതുപോലെ യശസ്വി ജയ്സ്വാൾ മടങ്ങി വരുന്നതോടെ ഗില്ലിന്റെ T20യിലെ ഓപ്പണർ സ്ഥാനം തെറിച്ചേക്കുമെന്നും ആരാധകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വിരാട് കോഹ്ലി 3-ാം നമ്പറിലേക്ക് തിരിച്ചെത്തുമ്പോൾ ഗിൽ പ്ലേയിങ് ലെവലിലെ സ്ഥാനം ഒരുപക്ഷെ നഷ്ടമാകുമെന്നും അവർ പറയുന്നുണ്ട്, പ്രവചിക്കുന്നുണ്ട്. എന്നാൽ ശുഭ്മാൻ റൺസ് വേണ്ടെന്ന് ആവശ്യപ്പെട്ടുവെന്നും രോഹിത് അത് ശ്രദ്ധിക്കാത്തതാണ് വിക്കറ്റിന് കാരണമെന്നും മറ്റൊരു വിഭാഗം പറയുന്നുണ്ട്. രോഹിത് ശർമ്മയോട് ഗിൽ ഓടരുതെന്ന് ആ സമയത്ത് പറയുന്നുണ്ടായിരുന്നു. എന്നാൽ അത് ശ്രദ്ധിക്കാതെ ഓടാൻ ആവശ്യപ്പെട്ടുകൊണ്ട് രോഹിത് നോൺ സ്ട്രൈക്കിലേക്ക് ഓടി അടുക്കുകയായിരുന്നു എന്നും അവർ ഒരു വീഡിയോ ശ്രദ്ധിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ശുഭ്മാന്റെ ശ്രദ്ധ പന്തിന് മുകളിലായിരുന്നു. പന്ത് ഫീൽഡ് ചെയ്യുന്നത് കണ്ടതോടുകൂടിയാണ് അദ്ദേഹം രോഹിത് ശർമ്മയോട് ഓടരുതെന്ന് ആവശ്യപ്പെടുന്നത്. എന്നാൽ അപ്പോഴേക്കും രോഹിത് നോൺ സ്ട്രൈക്കിലേക്ക് എത്തുകയായിരുന്നു ചെയ്തത്. രണ്ടുപേരുടെയും പിഴവ് എന്നും മറ്റു ചിലർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതാണ് രോഹിത്തിന്റെ പുറത്താകലിൽ കലാശിച്ചത്. മത്സരശേഷം രോഹിത് തന്നെ ഇങ്ങനെ ഷൗട്ട് ചെയ്തതിനെ കുറിച്ചും മറ്റും വിലയിരുത്തിയത് ഏറെ കൗതുകരമായി. റണ്ണൌട്ടായി പുറത്താകുമ്പോൾ സ്വാഭാവികമായും അങ്ങനെ ഒരു ദേഷ്യം ആർക്കും തോന്നാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ടീമിനായി റൺസ് നേടാനാവും അവിടെ ക്രീസിൽ
ക്ലൈമാക്സിലെത്തിയിരിക്കുക. എന്നാൽ എപ്പോഴും നിങ്ങൾക്ക് അനുകൂലമായി കാര്യങ്ങൾ നടക്കാൻ സാധ്യതയില്ല. മത്സരം ജയിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗില്ലിനോടുള്ള ഷൗട്ട്, ഗിൽ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹിച്ചത്. മികച്ച ഷോട്ടുകളോടെ തുടങ്ങിയെങ്കിലും ദൗർഭാഗ്യവശാൽ മികച്ച സ്കോറിലേക്ക് എത്താൻ ഗില്ലിന് സാധിച്ചില്ല. ആ സമയത്ത് ദേഷ്യം മാത്രമാണ് ആ സമയത്ത് എനിക്കുണ്ടായിരുന്നത്. ഇപ്പോൾ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല എന്നാണ് രോഹിത് ശർമ്മ മത്സരശേഷം ഈ ഒരു സംഭവത്തെക്കുറിച്ചും ഈ ഒരു ഷൗട്ടിനെ കുറിച്ചും ഈ വൈറലായ ഷൗട്ടിനെ കുറിച്ചും പറഞ്ഞത്. മത്സരത്തിൽ തുടക്കത്തിൽ ഇന്ത്യ പതറിയെങ്കിലും ശിവം ദൂബെയുടെ തകർപ്പൻ പ്രകടനമാണ് ഇന്ത്യക്ക് ജയമൊരുക്കിയത്. 40 പന്തിൽ 5 4ഉം 2 6ഉം ഉൾപ്പെടെ 60 റൺസാണ് ദൂബെ നേടിയത്. 150 മുകളിൽ സ്ട്രൈക്ക് റേറ്റിലാണ് ദൂബെ കസറിയത്. ഒരു വിക്കറ്റും അദ്ദേഹം വീഴ്ത്തുകയുണ്ടായി. ആ ഒരു ഓൾറൗണ്ട് മികവ് അദ്ദേഹം ഗംഭീരമാക്കി പ്രകടിപ്പിച്ചു. ജിതേഷ് ശർമ്മ 20 പന്തിൽ 31 റൺസുമായി ഇന്ത്യയുടെ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചു. റിങ്കു സിംഗ് 9 പന്തിൽ 16 റൺസ് നേടി പുറത്താവാതെ നിൽക്കുകയും ചെയ്തു. അപ്പോൾ ഈ മത്സരത്തിൽ രോഹിത് ശർമ്മയുടെ റൺഔട്ട് ആകലിനൊപ്പം ശിവം ദൂബെയുടെ ഫോമും എടുത്തു പറയേണ്ട കാര്യമാണ്.